എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പി നോക്കാം. വൻപയറും മത്തനും വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഈ റെസിപ്പി ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് വൻപയർ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കുക്കർ കഴുകിയിട്ട് ഈ വൻപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഈ വൻപയർ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കഷ്ണം മത്തനൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം മുറിച്ചിട്ടെടുക്കാം. മുറിച്ചിട്ട മത്തൻ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അടുപ്പത്തേക്കൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകവും 3 ചെറിയുള്ളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പോഴേക്ക് നമ്മുടെ മത്തനൊക്കെ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ആ വൻപയർ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഉടച്ചൊന്ന് എടുക്കണം. ഈ വൻപയറും മത്തനും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ സമയം നമുക്കിതിലേക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ഒന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാനത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. കറിയൊക്കെ ഇവിടെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു വറവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുത്തത്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറി അതിൽ നിന്നൊന്ന് ഒഴിച്ച് നമുക്കതിലേക്ക് വീണ്ടും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വറവ് കറിയുടെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചെടുക്കാം. ഈ വറവിൻ്റെ ടേസ്റ്റ് കറിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ച് വെച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കറി ഇവിടെ റെഡിയായി.